Hi students, welcome to my YouTube channel. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊമേഴ്സ് വിഭാഗം സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അറേയ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോക്ക് തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതൊന്ന് പ്രസ് ചെയ്യുക. അതുപോലെ അതിന് തൊട്ടടുത്ത് ഒരു ബെൽ ഐക്കണില്ലേ, രസമായിട്ട് അതൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ചെയ്തല്ലോ അല്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. രണ്ടാമത്തെ ചാപ്റ്ററായ അറേയ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അറേ? എന്തിനാണ് അറേ? നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആലോചിക്കുക, ആ പ്രോഗ്രാമിന് ഏതൊക്കെ വേരിയബിൾസ് വേണ്ടി വരും എന്നുള്ളതാണ്. ആ വേരിയബിൾസിൻ്റെ ഡിക്ലറേഷനാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക. ശരിയല്ലേ? ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ മാർക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത് എങ്കിൽ നമ്മൾ എത്ര വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും? 10 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും. ശരിയല്ലേ? അതേ സമയത്ത് ഒരു ക്ലാസ്സിലെ 65 കുട്ടികളുടെ മാർക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിലോ, ഒരു സബ്ജക്റ്റിലെ മാർക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ 65 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇനി ഒരു ക്ലാസ്സിലെ 65 കുട്ടികളുടെ 6 വിഷയത്തിലെ മാർക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ 6 × 65 അല്ലേ, അത്രയും വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ശരിയല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ, 6 × 65 എന്ന് പറയുമ്പോൾ ഏകദേശം 360, അതിന് മുകളിൽ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അത്രയും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക, അതിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുക, ഇതൊക്കെ പോസിബിൾ ആണോ? അല്ല അല്ലേ? നമ്മൾ ഇൻറ്റ് M1, M2, M3 എക്സെട്രാ M360 അത്രയും വേരിയബിൾസ് എക്സെട്രാ എന്ന് പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ കോമട്ട് എഴുതിപ്പോണ്ടേ. ഇനി ഡിക്ലറേഷൻ മാത്രം മതിയോ? അതിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യും കൂടി വേണ്ടേ? അപ്പം ഇത്തരം ഒരു അവസരമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയബിൾസ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യലും അതിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യലും ഒന്നും എന്തല്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പം എന്ത് വേണം? ഇതിനൊരു പരിഹാരം വേണം. ആ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് C++ ഇൻട്രൊഡ്യൂസ്ഡ് ദ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അറേ അല്ലേ? കഴിഞ്ഞ വർഷം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സും ഉണ്ട് എന്നൊക്കെ പഠിച്ചിരുന്നു. ഇതിലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് 5 എണ്ണമുണ്ട്. ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, ഡബിൾ,
ആൻഡ് വോയിഡ്. അതിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് പേരുകൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അതിന് വേറൊരു കാറ്റഗറിയും കൂടിയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ലേ. അപ്പം അങ്ങനത്തെ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് അറേ. അപ്പം ഈ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അതിന് ഡെഫിനിഷൻ ഇതാണ്: an array is a collection of elements of the same type placed in contiguous memory locations. It is a collection of elements. എലമെൻസിൻ്റെ ഒരു കൂട്ടമാണ്. ഓഫ് സെയിം ടൈപ്പ്, ഒരേ ഡാറ്റ ടൈപ്പിലുള്ള എലമെൻസിൻ്റെ ഒരു കൂട്ടമാണ്. പ്ലേസ്ഡ് ഇൻ കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ, അവ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു എലമെൻസിൻ്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അപ്പോൾ അറേയുടെ ഡെഫിനിഷൻ എല്ലാവർക്കും മനസ്സിലായോ? An array is a collection of elements of the same type placed in contiguous memory locations. ഓക്കെ, ഇനി ഈ അറേ എന്ന് പറയുന്ന ഈ ഡെഫിനിഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറേസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ പറയുന്ന ഒരുവിധം പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ടുപോകുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും വലിയൊരു ഡെഫിനിഷൻ പഠിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ചെറിയൊരു ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ. ഒരേപോലെയുള്ള ഡാറ്റയാണ് നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയും. ഒരേപോലെയുള്ളത് അല്ലേ? ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലുള്ള ഹോമോജീനിയസ്, ഒരേപോലെയുള്ള ഡാറ്റയെ, അവയുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറേയുടെ ഡെഫിനിഷൻ മനസ്സിലായോ? ഡിഫൈൻ അൻ അറേ ഓർ വാട്ട് ഡു യു മീൻ ബൈ അൻ അറേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ, കഴിയുന്ന ആളുകൾ ആദ്യത്തെ ഡെഫിനിഷൻ പഠിക്കുന്നു. അല്ല, അത്രയും കഴിയാത്ത ആൾക്കാർ, മറന്നു പോകുമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ പഠിക്കും. ഓക്കെ, അപ്പോൾ അറേ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഈ അറേയുടെ നീഡ്? എന്താണ് അറേയുടെ നീഡ്? എന്താണ്? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അറേയുടെ നീഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്പർ ഓഫ് വേരിയബിൾസ്, വേരിയബിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഫിക്കൽട്ടി. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് അറേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? വെൻ ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻക്രീസസ്, manipulation of that much of variables are very difficult. To overcome this difficulty, C++ introduced arrays. വേരിയബിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ ആ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക, അതുപോലെ അതിലേക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുക, അതുപോലെ അതിനെ മാനിപ്പുലേഷൻസ് നടത്തുക, എല്ലാം കൂടി കൂട്ടുക, അല്ലെങ്കിൽ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ ഓപ്പറേഷൻസും നടത്തൽ ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അറേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അറേ. അപ്പോൾ എന്താ നീഡ് ഓഫ് ദ അറേ? വെൻ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻക്രീസസ്, manipulation of that much of variables are very difficult. To overcome this difficulty, C++ introduced arrays. Okay, എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട്
എത്ര മെമ്മറിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ അരേ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് എഴുതണ്ടോ, ഒരൊറ്റ വരി സ്റ്റേറ്റ്മെൻറ്റ് എഴുതണ്ടോ, ആ ഒരൊറ്റ വരി സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് 100 മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ 1000 മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ കൺസെപ്റ്റാണ് അരേ. ഇനി എങ്ങനെയാണ് ആ അരേ ക്രിയേറ്റ് ചെയ്യൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അരേ ഡിക്ലെയർ ചെയ്യാം? ഒരു അരേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അരേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിൻടാക്സ്, ജനറൽ ഫോർമാറ്റാണ് ഡാറ്റ ടൈപ്പ് അരേ നെയിം ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സൈസ്. ഡാറ്റ ടൈപ്പ് അരേ നെയിം സൈസ്. ഇറ്റ് ഈസ് ദ സിൻടാക്സ് ടു ഡിക്ലെയർ അൻ അരേ. ഒരു അരേ ക്രിയേറ്റ് ചെയ്യാനുള്ള ജനറൽ ഫോർമാറ്റാണ് നമ്മൾ ഈ പറഞ്ഞത്. ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ഡാറ്റ ടൈപ്പ് കൊടുക്കണം, അല്ലെ? എന്ത് തരം ഡാറ്റയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അരയിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമുക്കറിയാലോ മുൻകൂട്ടി. ആ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ ഇൻറ്റ് എന്ന് കൊടുക്കണം. അതല്ല ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആണെങ്കിൽ ഫ്ലോട്ട് എന്ന് കൊടുക്കണം. അതല്ല ഒരാളുടെ പേര്, അല്ലെ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ക്യാരക്ടർ എന്ന് ഡാറ്റ ടൈപ്പ് കൊടുക്കണം. അപ്പോൾ ഏത് ഡാറ്റ ടൈപ്പാണോ നമുക്ക് വേണ്ടത് അതാണ് നമ്മളിവിടെ കൊടുക്കുക. ഇനി അടുത്ത നമ്മൾ എഴുതേണ്ടത് അരേ നെയിം, നെയിം ഓഫ് ദ അരേ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ അരയ്ക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പേര് നമ്മൾ കൊടുക്കണം. ആ പേര് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് കൊടുക്കാം. എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി എ വാലിഡ് ഐഡൻറ്റിഫയർ. അത് C++ലെ ഒരു വാലിഡ് ഐഡൻറ്റിഫയർ ആയിരിക്കണം, അല്ലെ? ഐഡൻറ്റിഫയേഴ്സിൻ്റെ നെയിമിംഗ് റൂൾസൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് എ ലെറ്റർ. ഒരു ലെറ്റർ കൊണ്ട് തുടങ്ങണം. ഓർ അണ്ടർസ്കോർ കൊണ്ട് തുടങ്ങിയാലും മതി. ഇറ്റ് വിൽ ബി എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ദ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി എ ലെറ്റർ ഓർ an അണ്ടർസ്കോർ എന്നൊക്കെ പറഞ്ഞ് കീവേഡ്സ് ആർ നോട്ട് അലൗഡ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്, വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ആ നെയിമിംഗ് റൂൾസൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു അരേ നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് ദ സൈസ് ഓഫ് ദ അരേ. എത്രയാണ് ആ അരയുടെ സൈസ്? ഇപ്പോൾ 10 കുട്ടികളുടെ മാർക്ക് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അരയുടെ സൈസ് 10 ആണ്. 60 കുട്ടികളുടെ മാർക്കാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അരയുടെ സൈസ് 60 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു അരേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ്. ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. 5 കുട്ടികളുടെ മാർക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു അരേ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞാൽ 5 കുട്ടികളുടെ മാർക്ക്, അല്ലേ? മാർക്ക് എപ്പോഴും നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇനി ഇപ്പോൾ ഒരാൾക്ക് 35.5 മാർക്ക് കിട്ടി നോക്കാം, 35.5 കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത നമ്പറിലേക്ക് 36ലേക്ക് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ലിസ്റ്റൊക്കെ എഴുതുക, അല്ലേ? അപ്പം മിക്കവാറും നമ്മുടെ മാർക്കൊക്കെ എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ഇത് കൊടുക്കാം. ഇനി മാർക്കല്ലേ, അപ്പോൾ ഞാനതിന് മാർക്ക് എന്ന് തന്നെ കൊടുത്തു. ഇനി 5 കുട്ടികളുടെ മാർക്ക് സൈസ് 5, അപ്പോൾ ഇൻറ്റ് മാർക്ക് ഓഫ് 5. ഓക്കെ, ഇനി ഒരു കടയിലെ 10 ഐറ്റംസിൻ്റെ പ്രൈസാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. നോക്കാം, പ്രൈസ് ആകുമ്പം കടയിലെ ഐറ്റംസിൻ്റെ പ്രൈസൊക്കെ ആകുമ്പോൾ പോയിൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഫ്ലോട്ട് എന്ന് കൊടുക്കാം. ഫ്ലോട്ട് പേര് ഞാൻ പ്രൈസ് എന്ന് കൊടുക്കും. എപ്പോഴും പേരൊരു മീനിങ് ഫുൾ ആയിട്ട് കൊടുക്കാം. പ്രൈസ് എന്ന് കൊടുക്കും. ഇനി 10 ഐറ്റംസിൻ്റെ ആയതുകൊണ്ട് 10. ഓക്കെ, അപ്പോൾ
അറേ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സിൻടാക്സും പറഞ്ഞു, അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിലും നമുക്ക് എന്തറിയാം? ഒരു അറേ എന്താണെന്നറിയാം, ശരിയല്ലേ? അറേയുടെ നീഡ് എന്താണെന്നറിയാം. അതുപോലെ ഒരു അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സും അതിന് എക്സാമ്പിളും നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറേ ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് അറിയാം എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ഡിക്ലറേഷൻ്റെ പർപ്പസ് എന്താണ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിക്ലറേഷൻ? ടു അലോക്കേറ്റ് മെമ്മറി. ആ വേരിയബിളിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെമ്മറി അലോക്കേഷൻ ഫോർ അറേസ്. അറേകൾക്കും വേണ്ടി എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സപ്പോസ് നമ്മൾ ഇൻറ്റ് എ ഓഫ് 5, എ എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തു ഓഫ് സൈസ് 5. ഇങ്ങനൊരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഇതിന് ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ മെമ്മറിയിൽ എങ്ങനെയായിരിക്കും ഇത് റെപ്രസെൻ്റ് ചെയ്യുക? മെമ്മറിയിൽ 5 സൈസുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ അറേയുടെ ഒരു ഭാഗത്ത് അതിൻ്റെ ഇൻഡെക്സ് റെപ്രസെൻ്റ് ചെയ്തിരിക്കും. ദ അറേ ഇൻഡെക്സ് വിൽ സ്റ്റാർട്ട് ഫ്രം 0. 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക 0 ആണ്. ഈ എഴുതുന്ന ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മൾ ഈ ഭാഗത്ത് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ അറേയുടെ പേര് എ ആണ്, സൈസ് 5 ആണ്. അപ്പോൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0 എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 അല്ലേ? അപ്പോൾ ഒരു അറേയുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ്റെ ഇൻഡെക്സ് 0 ആണെങ്കിൽ ആ അവസാനത്തെ ലൊക്കേഷൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും? ഈ കേസിൽ 4 ആയിരിക്കും. സൈസ് 5 ആണെങ്കിൽ ലാസ്റ്റത്തെ ലൊക്കേഷൻ്റെ ഇൻഡെക്സ് 4 ആയിരിക്കും. അപ്പോൾ സൈസ് -1 ആയിരിക്കും എന്നർത്ഥം. ഇനി ഈ ഓരോരോ ലൊക്കേഷനെയും നമുക്ക് എന്ത് പറയാം? ഈ 0th ഇൻഡെക്സിനെ എ ഓഫ് 0 എന്ന് പറയാം. ഫസ്റ്റ് 1 എന്ന് പറയുന്ന ഇൻഡെക്സിനെ എ ഓഫ് 1, 2 എന്ന് പറയുന്ന ഇൻഡെക്സിനെ എ ഓഫ് 2, 3 എന്ന് പറയുന്ന ഇൻഡെക്സിനെ എ ഓഫ് 3, 4 എന്ന് പറയുന്ന ഇൻഡെക്സിനെ എ ഓഫ് 4 എന്ന് പറയാം. അപ്പം ഇങ്ങനെയായിരിക്കും ഒരു അറേയുടെ മെമ്മറി അലോക്കേഷൻ. അപ്പോൾ ഹൗ ക്യാൻ വി അലോക്കേറ്റ് മെമ്മറി ഫോർ എ 1 ഡയമെൻഷണൽ അറേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 1 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ ഒരു ഡയമെൻഷൻ മാത്രമുള്ള അറേയാണ് 1 ഡയമെൻഷൻ അറേ. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറെ ഡയമെൻഷനുള്ള അറേ ഉണ്ട് എന്നല്ലേ? 2 ഡയമെൻഷൻ അറേ ഉണ്ട്. ഈ 2 ഡയമെൻഷൻ അറേക്ക് ഒരു ഇൻഡെക്സും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ടേബിളിലേക്ക് നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യണമെന്ന് വെക്കാം. ടേബിളിലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഇത്രാമത്തെ റോയുടെ ഇത്രാമത്തെ കോളം എന്നൊക്കെ പറയണ്ടേ? അപ്പോൾ റോ റെപ്രസെൻ്റ് ചെയ്യാനും കോളം റെപ്രസെൻ്റ് ചെയ്യാനും എന്ത് വേണം? 2 ഡയമെൻഷൻ വേണം. അതാണ് 2 ഡയമെൻഷൻ. അത് നമുക്ക് പഠിക്കാനില്ല ഇവിടെ. നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്തുമാത്രം? 1 ഡയമെൻഷൻ അറേ. അപ്പോൾ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും 1 ഡയമെൻഷൻ അറേയാണെന്ന് അർത്ഥം. അപ്പോൾ അതിന് നമ്മൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എക്സാമ്പിൾ പറഞ്ഞ് ഇതേപോലെ വരച്ച് വെച്ചാൽ അതിൻ്റെ മെമ്മറി അലോക്കേഷനായി താഴെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് വേണം. പിന്നെ ഓരോരോ ലൊക്കേഷൻ്റെയും പേര് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പം മെമ്മറി ലൊക്കേഷൻ എങ്ങനെ വരയ്ക്കാമെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറേക്ക് ആകെ എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും? എത്ര ബൈറ്റ്? ഇവിടെ നോക്കുക, ഈ ഓരോ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് ഇൻഡിജേഴ്സാണ്. ഇൻഡിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എത്രയാ? 4 ബൈറ്റാണ്. ഫ്ലോട്ടിൻ്റെതോ 4, ക്യാരക്ടറിൻ്റെതോ 1 അല്ലേ? ഇങ്ങനെയാണ്. അപ്പോൾ
ആകെ 5 സൈസ് ഉണ്ട്. ഓരോ മെമ്മറി ലൊക്കേഷനും 4 ബൈറ്റാണ്. അപ്പോൾ ഇത് 4, ഇത് 4, ഇത് 4, ഇത് 4, ഇത് 4. അപ്പോൾ ആകെ എത്ര ബൈറ്റ് ഉണ്ടാവും? 4 × 5 അല്ലേ, 20 ബൈറ്റ് ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു അരയ്ക്ക് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യും എന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ടോട്ടൽ ബൈറ്റ്സ് ഈക്വൽ ടു സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് ദ അരേ. അരയുടെ ഡാറ്റ ടൈപ്പ് എന്താണോ ആ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു സൈസ് ഓഫ് ദ അരേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അരയുണ്ടല്ലോ, ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറയുന്ന ഈ അരയുണ്ടാവും. ഈ അരയ്ക്ക് എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇൻറ്റിജറാണ് ഡാറ്റ ടൈപ്പ്, സൈസ് 5 ആണ്. അപ്പോൾ നമുക്കിവിടെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റിജറാണ്, ഇൻറ്റിജറിൻ്റെ സൈസ് 4 ഇൻറ്റു സൈസ് ഓഫ് ദ അരേ 5. 4 × 5 20 ബൈറ്റ്സ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു അരയ്ക്ക് എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായോ? അരേ എന്താന്ന് പറഞ്ഞു, അരയുടെ നീഡ് എന്താന്ന് പറഞ്ഞു, ഒരു അരേ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് പറഞ്ഞു, അതിന് എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ ഒരു അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. അതുപോലെ ആകെ എത്ര ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും എന്നും പറഞ്ഞു. അതെങ്ങനെയാണ് കാണാമെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ അരേ ക്രിയേറ്റ് ചെയ്തു. അരേ ക്രിയേറ്റ് ചെയ്ത എന്തിനാണ്? അതിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് അല്ലേ, കാണാനാണോ? അല്ല, വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ്, വാല്യൂസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് അരേ ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തത് ഇൻപുട്ട് ദ വാല്യൂസ്. അതിൽ ആദ്യത്തേതായ അരേ ഇനീഷ്യലൈസേഷനാണ് ഇനി നമ്മൾ പറയുന്നത്. അരേ ഇനീഷ്യലൈസേഷൻ മീൻസ് giving the initial value or starting values in an array. ഒരു അരയിലേക്ക് ഇനീഷ്യൽ വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ അരേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താണെന്ന് കൊടുക്കുക. ഈ അരേ ഇനീഷ്യലൈസ് ചെയ്യാൻ നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, സിൻടാക്സ് ഉണ്ട്. അതെന്താണെന്നറിയോ? ഡാറ്റ ടൈപ്പ് അരേ നെയിം സൈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വാല്യൂ ലിസ്റ്റ് സെമിക്കോളൻ. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പ് അരേ നെയിം സൈസ് നമ്മൾ നേരത്തെ ഡിക്ലറേഷനിൽ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ഇനി ഈ വാല്യൂ ലിസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ വാല്യൂസ് കോമട്ട് എഴുതണം. ഓക്കെ, ഇതാണ് എന്ത്? അരേ ഇനീഷ്യലൈസേഷൻ്റെ സിൻടാക്സ്. ഇനി നമ്മൾ ഈ സിൻടാക്സ് ഉപയോഗിച്ചിട്ട് ഒരു അരയിലേക്ക് ഇനീഷ്യലൈസേഷൻ നടത്താൻ നോക്കാം. ഒരു ഇൻറ്റിജർ അരയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇനീഷ്യലൈസേഷൻ? ഫോർ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇൻറ്റ് സ്കോർ ഓഫ് 5 ഈക്വൽ ടു 98, 87, 92 സെമിക്കോളൻ. എന്താണ് സ്കോർ എന്ന് പറയുന്ന ഒരു അരേ? അതിൻ്റെ സൈസ് എത്ര? 5. ഓക്കെ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാ? ഇൻറ്റിജർ. ഇനി അതിലേക്ക് വാല്യൂസ് കൊടുക്കാൻ 3 വാല്യൂസാണ് ഇവിടെ തന്നത്. 98, 87, 92 ഇത്രയാണ് ഇനീഷ്യൽ വാല്യൂസ്. അപ്പോൾ ഇങ്ങനൊരു ഇനീഷ്യലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 5 ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ 3 എണ്ണത്തിലേക്ക് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുള്ളൂ. അത് പ്രത്യേകം കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഒരു അരേ ഇനീഷ്യലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെ വരും അല്ലേ? 5 സൈസുള്ള ഒരു മെമ്മറി ക്രിയേറ്റ്, എന്നിട്ട് അതിന് ഇൻഡെക്സ് 0, 1, 2, 3, 4 ഇവിടെ ഇൻഡെക്സ് സ്റ്റോർ എഴുതി
ഇനി മുകളിൽ ഓരോ ലൊക്കേഷൻ്റെ പേര്, ഇവിടെ അരയുടെ പേര് സ്കോറാണ്. അപ്പോൾ ഇത് സ്കോർ ഓഫ് 0, സ്കോർ ഓഫ് 1, സ്കോർ ഓഫ് 2, സ്കോർ ഓഫ് 3, സ്കോർ ഓഫ് 4. ഇനി ആദ്യത്തെ ലൊക്കേഷൻ 0th ഇൻഡെക്സിൽ 98 സ്റ്റോറായി. അടുത്ത 1ാമത്തെ ഇൻഡെക്സിൽ 87 സ്റ്റോറായി. 3ാമത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ 2, 3ാമത്തെ ലൊക്കേഷൻ 2 എന്ന ഇൻഡെക്സിൽ 92 സ്റ്റോറായി. ഇനി 3നും 4നും നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യും. ഇനി കൊടുത്തിട്ടില്ലെങ്കിലോ അവിടെ 0 അലോക്കേറ്റ്. ഓക്കെ, വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ സ്റ്റോർ ചെയ്യും, ഇല്ലെങ്കിൽ 0 അലോക്കേറ്റ്. ഇതാണ് ഇൻറ്റിജർ അരയിലേക്കുള്ള ഇനീഷ്യലൈസേഷൻ. കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലായല്ലോ. ഇനി നമ്മളൊരു ക്യാരക്ടർ അരയിലേക്ക് എങ്ങനെയാണ് ഇനീഷ്യലൈസേഷൻ നടക്കാൻ നോക്കാം. ഒരു ക്യാരക്ടർ അര, ഞാൻ ക്യാരക്ടർ കോഡ് ഓഫ് 6, കോഡ് എന്നാണ് എൻ്റെ അരയുടെ പേര്. അതിൽ സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടേഴ്സാണ്. സൈസ് 6 ആണ്. ഇനിയോ സൈസ് 6 ആണ്. അതിലേക്ക് വാല്യൂസ് SAMP ഇങ്ങനെ 4 ക്യാരക്ടേഴ്സ് അതിൽ കൊടുത്തു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, 6 ലൊക്കേഷൻസ് ഉണ്ട്, അതിൽ 4 എണ്ണത്തിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇൻഡെക്സ് 0, 1, 2, 3, 4, 5 അല്ലേ. 1 മുതൽ 5 വരെ 5 എണ്ണം പ്ലസ് 1 6. ഇനി ഓരോ ലൊക്കേഷൻ കോഡ് ഓഫ് 0, കോഡ് ഓഫ് 1, കോഡ് ഓഫ് 2 അങ്ങനെ ഉണ്ട്. ഇനി 0th ഇൻഡെക്സിൽ S, ഫസ്റ്റ് ഇൻഡെക്സിൽ A, സെക്കൻഡ് ഇൻഡെക്സിൽ M, തേർഡ് ഇൻഡെക്സിൽ P. അത്രയും സ്റ്റോർ ചെയ്യും. ഇനി ബാക്കിയുള്ള 2 ഇൻഡെക്സിലേക്കും വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്യും. സ്പേസ് ഇതേപോലെ സ്പേസ് അലോക്കേറ്റ്, 2 സിംഗിൾ കൊട്ടേഷൻ എങ്ങനെ ഇട്ടാൽ മതി, സ്പേസ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ ആ റിമൈനിങ് ലൊക്കേഷനിൽ 0 സ്റ്റോർ ചെയ്യും. ക്യാരക്ടേഴ്സ് ആണെങ്കിൽ റിമൈനിങ് ലൊക്കേഷനിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് അരനെ പറ്റി നമ്മൾ നോക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് അരയാണെങ്കിൽ അവിടെ റിമൈനിങ് ലൊക്കേഷനിൽ എന്ത് സ്റ്റോർ ചെയ്യും നോക്കാം. എക്സാമ്പിൾ ഫ്ലോട്ട് WGPA ഓഫ് 5 അല്ലേ. WGPA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിംഗിൾ വിൻഡോ അഡ്മിഷൻ സമയത്ത് കേൾക്കുന്നൊരു വേർഡാണത്, ഓഫ് 5. എന്നിട്ട് അതിലേക്ക് വാല്യൂസ് കൊടുത്തു, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് കൊടുത്തു. അപ്പോൾ 5 ലൊക്കേഷനാണ് ഉണ്ടാകുക. പേര് WGPA ആണ്, ഫ്ലോട്ടാണ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഓരോന്നിനും ലൊക്കേഷന് പേര് WGPA 0, WGPA ഓഫ് 1 അങ്ങനെ ഓരോ ലൊക്കേഷന് പേര് കൊടുത്തു. ഇനി ആദ്യത്തെ 0th ഇൻഡെക്സിൽ 9.60, ഫസ്റ്റ് ഇൻഡെക്സിൽ 6.43, സെക്കൻഡ് ഇൻഡെക്സിൽ 8.50, തേർഡ് ഇൻഡെക്സിൽ 8.65 സ്റ്റോർ ചെയ്തു. ഇനിയോ ഒരു ലൊക്കേഷനിലേക്ക് വാല്യൂ ഇല്ല, അതുകൊണ്ട് അവിടെ നമുക്ക് 0.0 എന്ന് സ്റ്റോർ ചെയ്യാം. അപ്പം ഇൻറ്റിജർ ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും വാല്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ 0 സ്റ്റോർ ചെയ്യും. ക്യാരക്ടർ ആണെങ്കിൽ അവിടെ സ്പേസ് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഇൻറ്റിജർ അരയുടെ ഇനീഷ്യലൈസേഷൻ പറഞ്ഞു, ക്യാരക്ടർ അരയുടെ ഇനീഷ്യലൈസേഷൻ പറഞ്ഞു, ഫ്ലോട്ടിംഗ് പോയിന്റ് അരയുടെ ഇനീഷ്യലൈസേഷനും പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇപ്പോൾ ഒരു അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ സൈസാണ് ഇപ്പോൾ പല ആളുകൾക്കും പ്രശ്നം. ആ സൈസ് നമ്മൾ എങ്ങനെ കൊടുക്കും? സൈസ് എത്ര കൊടുത്തോ അത്രയും വാല്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ 0 അല്ലെങ്കിൽ സ്പേസ് ഒക്കെ സ്റ്റോർ ചെയ്യണം. ഇനി ഇവിടെ വേറൊരു പ്രശ്നം എന്താ? ഇപ്പോൾ നമ്മൾ ഇൻറ്റ് A ഓഫ് 100 എന്ന് പറഞ്ഞു, എന്നിട്ട് അതിലേക്ക് ഈക്വൽ ടു വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് 10, 20, 30 എന്ന് കൊടുത്തു. സൈസ് 100 ആണ്. 3 വാല്യൂസേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിലോ ആ 100 ലൊക്കേഷനിൽ
അല്ലേ? 400 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആകെ. 4 × 100. അതിൽ 100 ലൊക്കേഷനിൽ 400 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് അതിൽ ആദ്യത്തെ 3 ലൊക്കേഷൻ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ ബാക്കിയുള്ളതൊക്കെ 0 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും, അല്ലേ? അപ്പം അത്രയും മെമ്മറി നമുക്ക് വെറുതെ പോവാം. അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് അറേ ഇനീഷ്യലൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് അറേയുടെ സൈസ് കൊടുക്കണം എന്ന് നിർബന്ധം ഇല്ല. അറേ ഇനീഷ്യലൈസേഷൻ നടത്തുമ്പോൾ അറേയുടെ സൈസ് കൊടുക്കണം എന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? array can be initialized without size if we are initializing with values. നമ്മൾ വാല്യൂസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ സൈസ് ഇല്ലാതെ നമുക്ക് അറേ ഇനീഷ്യലൈസേഷൻ നടത്താം. ഇൻറ്റ് നം സൈസ് കൊടുക്കാതെ ഈക്വൽ ടു വാല്യൂ. അപ്പോൾ ഇവിടെ എത്ര വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ആ സൈസ് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പൈലർ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ അറേ ഇനീഷ്യലൈസേഷൻ നടത്തുമ്പം നമുക്ക് എത്ര വാല്യൂസ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യലാണ് നല്ലത്. സൈസ് കൊടുക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞു? അറേ എന്താണ്, അറേയുടെ നീഡ് എന്താണ്, അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് എന്താണ്, അതുപോലെ അതിന് എക്സാമ്പിൾ എന്താണ്, അറേയുടെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയായിരിക്കും, അതുപോലെ ഒരു അറേയിലേക്ക് വാല്യൂസ് എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ച് ഈ പോയിൻറ്റ്സ് വെച്ചിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പാഠത്തിലെ ഇത്രയും ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചാൽ മതി നിങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ഈ പാഠം പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ. എല്ലാവർക്കും താങ്ക്സ്. ഓൾ ദ ബെസ്റ്റ്.